നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ സ്വന്തം മോളായിട്ടാ ഞാൻ അവളെ നോക്കിയത്. എനിക്ക് എന്റെ മോളെ തന്നേ പറ്റൂ, ഇല്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. മിസ്റ്റർ സച്ചി, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കൂ. നിങ്ങൾക്ക് കുട്ടികളുണ്ടാകില്ലെന്ന് ഉറപ്പായതുകൊണ്ടാണോ ദത്തെടുക്കാൻ തീരുമാനിച്ചത്? ഒരുപാട് ട്രീറ്റ്മെന്റുകൾ നടത്തി, കുറെ നേർച്ചകളും നടത്തി, ഒരു ഫലവും ഉണ്ടായില്ല. അങ്ങനെയാ ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോഴാ ഇവളുടെ ഒരു ഫ്രണ്ട് ഈ ഓർഫനേജിനെ കുറിച്ച് പറഞ്ഞത്. അങ്ങനെയാ ഇവിടെ റിക്വസ്റ്റ് കൊടുത്തത്. ഓ, അത് ശരി. ഒരു മിനിറ്റ്. ഹലോ മാഡം. എന്തായി കാര്യങ്ങൾ? കുഞ്ഞിനെ കിട്ടിയോ? കുഞ്ഞിപ്പം വിദ്യാലക്ഷ്മിയുടെ കയ്യിലുണ്ട്. ഇന്ന് തന്നെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി ഇറങ്ങും. ശരി, അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ കുട്ടിയും കൊണ്ട് ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വന്നാ മതി. ശരി മാഡം. നിയമപരമായി ആ കുഞ്ഞിനെ തന്നെ ഞങ്ങൾക്ക് ദത്തെടുക്കാൻ പറ്റുമോ? അവളെ ഞങ്ങൾ വളർത്തിക്കോളാം. അതിന് വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്യാം. എത്ര സ്വത്തുക്കൾ വേണമെങ്കിലും ആ കുഞ്ഞിന്റെ പേരിൽ എഴുതി വെക്കാം. എനിക്ക് ആ കുഞ്ഞിനെ അർച്ചനയ്ക്ക് തിരിച്ചു കൊടുക്കണം. അവൾക്ക് ആ കുഞ്ഞിനെ അത്രയ്ക്ക് ജീവനാ. പ്ലീസ് മാഡം. കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ആ കുഞ്ഞിനെ നിങ്ങൾക്ക് എന്നെ തരണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കതിന് സാധിക്കില്ല. അത് വേറൊന്നും കൊണ്ടല്ല. ആ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ വിദേശത്തു നിന്നൊരു ഫാമിലി വന്നിട്ടുണ്ട്. അവരാ കുഞ്ഞിനെ കാണുകയും ചെയ്തു. ഒഫീഷ്യലായി ഇവിടെ റിക്വസ്റ്റും തന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. മാഡം, നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ ഉടനെ തന്നെ കുഞ്ഞിനെ അവർക്ക് ഞങ്ങൾ കൈമാറും. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലായി. കുറച്ചു ദിവസം നിങ്ങളായിരുന്നു അവളുടെ അച്ഛനമ്മമാർ. നിങ്ങൾ അവളെ നല്ലതുപോലെ സ്നേഹിക്കുകയും ചെയ്തു. പക്ഷേ ഞങ്ങൾ നിസ്സഹായരാണ്. നിങ്ങളെ സഹായിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. മാഡം, ഈ സ്നേഹാലയത്തിന് ചില നിയമങ്ങളുണ്ട്. അതനുസരിച്ച് മാത്രമേ എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. വേണമെങ്കിൽ മറ്റൊരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു കുഞ്ഞിനെ ദത്തെടുക്കാം. ഇവിടെ ആ പ്രായത്തിലുള്ള വേറെയും കുഞ്ഞുങ്ങളുണ്ട്. അത് വേണ്ട മാഡം. ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ തന്നെ മതി. സോറി മിസ്റ്റർ സച്ചി, അതിനൊരു സാധ്യതയില്ല. ഞങ്ങൾ അവർക്ക് വാക്ക് കൊടുത്തുപോയി. നിങ്ങളെപ്പോലെ പ്രതീക്ഷയായിട്ട് വന്നവരാണ് അവരും. അവരെ നിരാശപ്പെടുത്താൻ ഞങ്ങൾക്ക് പറ്റില്ല. കുട്ടിയെ അവർക്ക് കൈമാറാൻ തന്നെയാണ് തീരുമാനം. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? ആരാ നിങ്ങള്? കുഞ്ഞിനെ ഇങ്ങ് തന്നേ. തരാനല്ലേ പറഞ്ഞേ? എന്താ ഇത്? കുഞ്ഞിനെ തിരിച്ചു കൊടുക്ക. ഇല്ല, ഇത് എന്റെ കുഞ്ഞാ. ഇവളെ ഞാൻ തരില്ല, ആർക്കും തരില്ല. ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച കുഞ്ഞാ ഇത്. ഇവളെ ഇത്രയും ദിവസം വളർത്തിയത് ഞാനാ. ഞാൻ സ്നേഹിക്കുന്ന പോലെ ഇവളെ നിങ്ങക്ക് സ്നേഹിക്കാൻ പറ്റില്ല.
എന്നോടല്ലേ പറഞ്ഞേ അനുവേട്ട. കുഞ്ഞിനെ ഇങ്ങ് തരാൻ. സച്ചേട്ടാ അർച്ചന. ദേ നോക്ക് നമ്മുടെ മോള്. വാ നമുക്ക് പോവാം. നിങ്ങൾ എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? കുഞ്ഞിനെ തിരിച്ചു കൊടുക്ക. സെക്യൂരിറ്റി, സെക്യൂരിറ്റി, എന്താ മാഡം? ഇവരുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ വാങ്ങിച്ച് അകത്തേക്ക് കൊണ്ടുപോകും. തരാൻ. അർച്ചന, നിങ്ങൾ എന്തായി നോക്കി നിൽക്കുന്നത്? കുട്ടിയെ തിരിച്ചു വാങ്ങി കൊടുക്ക. അനുവേട്ട. ഇല്ലെങ്കിലേ ഞങ്ങൾക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. മാഡം. അച്ചു, കുഞ്ഞിനെ ഞാൻ കൊടുക്കും മോളെ. അർച്ചന, ഇതൊരു ഓർഫണേജാ. താനായിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. പോലീസാ ഈ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചത്. നിയമപരമായിട്ടല്ലാതെ നമുക്ക് ഈ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അത് നീ ഒന്ന് മനസ്സിലാക്ക്. താനിപ്പോ കുഞ്ഞിനെ തിരിച്ചു കൊടുക്ക. ഇല്ല സച്ചേട്ടാ, ഞാൻ ഇവളെ കൊടുക്കില്ല. ഇത് എന്റെ മോളാ. എനിക്ക് ഇവളില്ലാതെ പറ്റില്ല സച്ചേട്ടാ. ഏയ്, എടോ നോക്കി നിൽക്കാതെ കുഞ്ഞിനെ മേടിക്കേ. എന്നിട്ട് അകത്തേക്ക് ഇങ്ങ് കൊണ്ടുപോ. തരാൻ. ദാ. ഞാൻ തരില്ല അനുവേട്ട. ഇല്ല വാ മോളെ, വാ. മോളെ ഇങ്ങ് താ. മോളെ. അർച്ചന, സച്ചേട്ടാ എന്റെ മോളെ തരാൻ പറ സച്ചേട്ടാ. അർച്ചന, ബഹളം ഉണ്ടാക്കരുത്. നമുക്കിനി അവളെ കിട്ടില്ല. അവളെ ഇനി ഇവര് ദത്തെടുക്കാൻ പോവാ. ആ, നമുക്ക് പോവാം. ഏയ്, അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ. ഇവിടുന്ന് കുഞ്ഞിനെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചതിന് ഇവരുടെ പേരിൽ കേസ് കൊടുക്കും. പോലീസ് വന്നിട്ട് പോയാ മതി. വിളിക്ക, പോലീസിനെ വിളിക്ക. ആര് വന്നാലും ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ടേ പോവുള്ളൂ. എത്ര ദുരിതങ്ങൾ സഹിച്ച അവൾ എന്റെ കൈ കിട്ടിയെന്ന് നിങ്ങൾക്കറിയോ? അന്നു മുതൽ അവളെ കുളിപ്പിച്ചതും കൊഞ്ചിച്ചതും ആഹാരം കൊടുത്തതും നോക്കിയതും എല്ലാം ഞാനാ. എന്റെ സ്വന്തം മോളായിട്ടാ ഞാൻ അവളെ നോക്കിയത്. എനിക്ക് എന്റെ മോളെ തന്നേ പറ്റൂ. ഇല്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. അർച്ചന, പ്ലീസ്. മിസ്റ്റർ സച്ചി, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കൂ. ഇമോഷണൽ ആയിട്ട് ഒരു കാര്യമില്ല. ഈ സ്ത്രീ പ്രസവിച്ച കുഞ്ഞൊന്നും അല്ലല്ലോ അത്. പിന്നെ കുറച്ചു ദിവസം ആ കുഞ്ഞിനെ നോക്കിയെന്ന് വെച്ച് ഇവർക്ക് അതിന്റെ മേൽ എന്താ അധികാരം? നിങ്ങളുടെ രക്തബന്ധത്തിൽപ്പെട്ട ആരുടെയെങ്കിലും കുഞ്ഞാണോ? ആണോന്ന്? ഏതോ ഒരു ഡ്രൈവറുടെ കുഞ്ഞ് കളഞ്ഞു കിട്ടിയെന്ന് പറഞ്ഞ് അതിനെ കൊണ്ടുപോയി വളർത്താൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? മാഡം, പ്ലീസ്. ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുന്നതിന് ഇവിടെ നിയമമുണ്ട്. അതനുസരിച്ച് ഇതുവരെ കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാനുള്ള നടപടികൾ നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ സ്വീകരിച്ചില്ല? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.